പോണ്ട അച്ഛാ പോണ്ട അച്ഛാ. അച്ഛാ പോണ്ട അച്ഛാ. അച്ഛാ പോണ്ട അച്ഛാ. വേണ്ടച്ച വാ അച്ഛാ. പോണ്ട വാ. പോണ്ട അച്ഛാ പോണ്ട അച്ഛാ. വാ അച്ഛാ. അച്ഛാ അച്ഛാ. എന്താടാ ബാലിച്ചേട്ടാ ക്ഷമിക്കണം, ആളറിയാതെ ചെയ്തു പോയാണ്. ജംഗ്ഷനിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് എല്ലാം അറിഞ്ഞത്. നീ നമ്മമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? നമ്മള് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്നെ മനസ്സിലായ ഞാനാണ് ചീട്ട് കളിച്ചപ്പോൾ നിങ്ങൾ അടിച്ചില്ലേ? അല്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. അതാണ് ആളെങ്ങനെയാണെന്നറിയാം. ഒരു കാര്യം വീടോട്ട് പോ. വീട്ടിൽ വരെ കോമ്പൗണ്ടിൽ കയറാൻ തന്നെ സ്വഭാവം മാറോ? കോമ്പൗണ്ടിൽ കയറാൻ എൻ്റെ സ്വഭാവം ഒന്നും മാറൂല. മച്ചു കാല് പിടിക്കണവരെ തട്ടി കയറുന്ന സ്വഭാവമൊന്നും ബാലിനില്ല. ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇവരായിട്ടാണ് താഴെ ചീട്ടുകൾ കളിച്ചത്. പ്രശ്നമായി, അടിയായി അല്ലടാ. ഇപ്പൊ അവർ തന്നെ വന്ന് കോംപ്രമൈസ് ആക്കി. ഇവിടെ എന്താ നീങ്ങണത്? കയറി ഇരിക്കണ്ടാവുള്ള സ്ഥലത്ത്. നമസ്കാരം ചേച്ചി. സത്യം പറഞ്ഞാൽ ചേട്ടൻ ആരാന്ന് അറിയാൻ അബദ്ധം പറ്റിപ്പോയാണ് ചേച്ചി. ഡുണ്ടുമോളെ, മോളെ പേരെന്താ? ശിവാനി. ഞാൻ കേശു ബാലചന്ദ്രൻ തമ്പി. കേശവ്. കുട്ടിയുടെ പേരെന്താണ്? ലക്ഷ്മി. ഇതാളെ ചേട്ടന്റെ മോൻ. മച്ചു കലക്കിട്ടാ നിന്റെ മുടി. എന്താന്ന് വായൊക്കെ കണ്ടിക്കണേ? വെള്ളം ചായ വെള്ളം എടുത്തിട്ട് കൊടുവേ അല്ലേ? വേണ്ടെന്ന്. അത് എന്താ വീട്ടിൽ കിടക്കുന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോകാൻ പറ്റില്ല. അത് ബാലിന് നാണക്കേടാണ്. ചേട്ടാ സമയം ഉണ്ടല്ലോ ഒരുപാട്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഊണ് കഴിച്ചിട്ടേ പോകാം. തീർച്ചയായും കഴിച്ചിട്ടേ പോകുള്ളൂ. ശരി ചേട്ടാ, എന്നാ ഞങ്ങൾ ഇറങ്ങിയാണ്. മച്ചു കാണാം. അവിടെയൊക്കെ തന്നെ കാണും കേട്ടോ. എന്നാൽ നീ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോകണം കേട്ടോ. അത് ശരിയല്ല ചേട്ടാ. ആളറിയാ ചെയ്തു പോയാണ്. പോടാ അവിടെ. ചുമ്മാ സംഭവിച്ചില്ലടാ. ഇനിയിപ്പോ നമ്മൾ കോംപ്രമൈസ് ആയല്ലേ? പരന്താ ചുമ്മാ നമുക്ക് അടിച്ചു പൊളിച്ച് പോകണം കേട്ടോ. ഓക്കെടാ. ഓക്കെ മച്ചു. ഓക്കെ മച്ചു. ഓക്കെ കടി നോക്കി പോകണം കേട്ടോ. ഓക്കെ ഓക്കെ മച്ചു. ഓക്കെ ഓ ശരി. ഓക്കെ പറയുമ്പോ ഗുണ്ടകൾ അടുത്തപ്പോഴല്ലേ മനസ്സിലായത്. തനി തങ്കമുണ്ട്. പത്തരമാറ്റി തങ്കം. ഒന്ന് പോച്ച കണ്ടിട്ട് ചെയ്ത കുത്തേസിലെ പ്രതികളെ പോലെ ഉണ്ട്. വാടാ കിടന്നു. കുത്തിവസിലെ പ്രതിക്കുന്നത് മാന്യമായിട്ട് പെരുമാറിക്കൂടെ? അല്ല നീലു, അവർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ആളറിഞ്ഞില്ല, അബദ്ധം പറ്റിയതാണ്, അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും ചെയ്യൂലായിരുന്നൊക്കെ. അല്ല സത്യം പറഞ്ഞാൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരാണ്? നീലു പറഞ്ഞിട്ടോ? നീൽ അച്ഛാ ശരിക്കും എന്താ സംഭവിച്ചത്? എന്റെ പൊന്നുമകളെ സംഭവിച്ച വേറെ ഒന്നുമല്ല. അമ്മമാരെ ആളറിയാതെ ഇങ്ങോട്ട് കയറി ചുരണ്ടാൻ വന്ന് അച്ഛൻ 2 കൊടുത്ത് 2 കിട്ടിയപ്പോൾ അവർക്ക് ബോധം വീഴുന്നു. അത്രേ ഉള്ളൂ. തലയിൽ കൈ വെച്ചോണ്ടിരിക്കാതെ പോയി ചായ ഇട്ടുണ്ടോ? ഇങ്ങനെ മേലും കീഴും നോക്കാതെ ഓരോന്ന് കാണിച്ചോട്ട് എന്താ സംഭവിക്കാന്നറിയാവോ? തുടങ്ങി പഴം പുരാണം പറച്ചില്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും. പിന്നെ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ടല്ല ഓരോന്ന് ചെയ്യണേ. അങ്ങ് ചെയ്യും. എന്തായാലും സംഭവിച്ചു. ഇങ്ങനെയൊക്കെ ആയി. നല്ലവനെന്ന് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൊള്ളാം. അവന്മാരെ കണ്ടറിയാം നല്ല ബെസ്റ്റ് ഉണ്ടാളാ. അച്ഛൻ അടിച്ചതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി വല്ല വടിവാളം വെച്ച് ഇരുട്ടത്ത് പണി തന്നിരുന്നീങ്ങളാ. ഒരു കണക്കിന് പറഞ്ഞ അവന്മാരങ്ങനെ ചെയ്തെങ്കിൽ മതിയായിരുന്നു. ഇവിടെ ചിലരെ കൂടെ ജീവനക്കാർ നല്ലത് അറിയുന്നു. ഇനി ഇങ്ങനെ കോപ്രായം കാണിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. അമ്മേ ആവശ്യമില്ലാത്ത വർത്താനം നമ്മുടെ നടത്ത്. കണ്ട അവന് സന്തോഷമായി. ഇനിയിപ്പൊ ഞെളിഞ്ഞ് നടക്കാല്ല അച്ഛന്റെ പേരും പറഞ്ഞ്. ഒരുപാട് പേരുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അച്ഛനിപ്പോ. ഒരു സത്യം പറയട്ടെ അച്ഛ, അച്ഛനെ കണ്ടപ്പോ ആരും ഒന്ന് പേടിക്കും. പഴയ ആ കോമഡി ലുക്കൊക്കെ പോയി. ഇപ്പൊ ഭയങ്കര കലിപ്പ് ലുക്കാ.
പുതിയ മാനഡസാ കൊള്ളാം. അച്ഛാ ഏതൊരു ബുള്ളറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അത് വല്ല പരുന്താ വേടന മാടനോ ആയിരിക്കും. ഒന്ന് മിണ്ടായിരിക്കാവോ? നീ വന്നില്ല നോക്കാം. അച്ഛാ വാ. അച്ഛോ എന്താ ചേട്ടാ കാവലെ ഒരു പ്രശ്നമുണ്ട്. ആ. ചേട്ടൻ ഒന്ന് വാ. ചേട്ടൻ വന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അല്ല മച്ചു നീ പോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഇല്ല ചേട്ടൻ വന്നേ പറ്റുള്ളൂ, കയറി. ചേട്ടൻ വാ. കയറാം വാ. ഇങ്ങോട്ട് വന്നേ, പോയി ചായ കുടിച്ചേ ചെല്ല്. ചേച്ചി പണി ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോഴാണ് പറയാന്ന് വിളിക്കണത്, ചായ കുടിക്കുന്നത്. അച്ഛാ വെട്ടുന്നതാണോ? വേണ്ട മകളെ, ഇത് ജീള ഗ്യാസ്. മച്ചു വണ്ടി ഇറ. ആ കളിപ്പല്ലേ പാടേ. ഇവൻ ഒറ്റ ഒരുത്തൻ ആ മനുഷ്യനെ പ്രാന്തനാക്കണേ. അമ്മേ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ അച്ഛൻ വരുമ്പോൾ പറഞ്ഞോളൂ. നീ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അച്ഛൻ പുതിയ റോൾ എടുത്ത് തുടങ്ങി. വിഷ്ണു, നീ ആ വണ്ടി എടുത്തോണ്ട് പോയി നോക്കിയേ. അയാൾ എന്ത് ചെയ്യാനാ കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റുമോ അച്ഛനെ? പെട്ടെന്ന് ചെല്ലേ. ഇപ്പൊ നോക്കിട്ട് വാ. പോയി നോക്കിട്ട് വരാം. നീ എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? എടീ ഭയങ്കര ടെൻഷൻ. അച്ഛൻ അവരുടെ കൂടെ പോയിരിക്കുമല്ലേ, അതിന്റെ പുറകെ വിഷ്ണു ചേട്ടനും പോയിട്ടുണ്ട്. രണ്ടുപേരും ഇതുവരെ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അബദ്ധം കാണിക്കുമെന്ന് എൻ്റെ പേടി. ചേച്ചി ചേച്ചി വല്ലതും കേൾക്കുന്നുണ്ടോ? എന്തെന്നാ? ഞങ്ങൾ അച്ഛനെ പറ്റിയാ പറയുന്നേ. നിങ്ങൾ സംസാരിച്ചു പോനിപ്പോ ഞാൻ എന്ത് വേണം? അച്ഛനെന്ത് പറ്റിയാൽ അവൾക്കെന്ത്? എന്റെ പൊന്ന് ചേച്ചി, നമ്മുടെ അച്ഛൻ പോയിരിക്കുന്നത് വടിവാളിന്റെയും കത്തിയുടെ ഒക്കെ ഇടയ്ക്കാ. ചേച്ചിക്ക് വലിയ ഇതുണ്ടോ? ഞാനിപ്പോ സകല ദൈവങ്ങളെയും വിളിച്ചോണ്ടിരിക്കും അച്ഛനൊന്നും പറ്റലേന്നും പറഞ്ഞോണ്ട്. വിളിക്കടാ, വിളിക്ക്. സകല ദൈവങ്ങളെ കിടന്ന് വിളിക്ക്. ആ ഗുണ്ടകൾ അച്ഛനോട് സംസാരിക്കാൻ വന്നപ്പോ നീ അച്ഛന് ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കൊടുത്തില്ലേ അവരെ തല്ലാൻ വേണ്ടിയിട്ട്? പിന്നെ ചോദിക്കണം വെട്ടുകത്തി വേണോന്ന്. അതുകൂടെ കൊടുക്കാറുന്നില്ലേ നിനക്ക്? നീ വരും അച്ഛൻ ആരുടെങ്കിലും തല്ലും കൊണ്ട് അവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന്. വാങ്ങിച്ചാലേ തിരിച്ചു കൊടുക്കാനും അച്ഛൻ അറിയാം. എത്രയാ? അമ്മ ഇവനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. രണ്ടെണ്ണം കൊടുത്തോണ്ടല്ല പിന്നെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. ചേച്ചി നീ കളിക്കല്ലേ, കളിച്ചാ കളി പഠിപ്പിക്കാൻ കേശവൻ അറിയാം കേട്ടാ. ആദ്യം നീ നിക്കുന്ന സിബിട്, എന്നിട്ട് നീ കളി പഠിപ്പിക്കാൻ പോ. ആ മുടിയൻ ചേട്ടൻ പറഞ്ഞ് ഇപ്പൊ അറിയാം എന്താണ് പ്രശ്നം. അച്ഛനെവിടെയാടാ? അച്ഛൻ ജംഗ്ഷനിലുണ്ട്. ചേട്ടാ അവിടെ തന്നെ പ്രശ്നമുണ്ടോ? അതൊന്നും പറയാണ്ടിരിക്കണ വേദം. അത് കുറച്ച് വെള്ളം ഉണ്ടാ? വെള്ളമൊക്കെ പിന്നെ കുടിക്കാൻ നീ കാര്യം പറവന്ന്. അവിടെ ജംഗ്ഷനിൽ ഭയങ്കര ബഹളം വെച്ചോണ്ടിരിക്കുക അച്ഛൻ. അച്ഛനെല്ലാരും മൊട്ട മൊട്ട പാലു എന്നൊക്കെ പറയുന്നത്. അച്ഛൻ ഡയലോഗിന്റെ പൂരം, ആൾക്കാർക്ക് പേടിച്ച് ഒതുങ്ങി നിൽക്കും അവിടെ. ചേട്ടാ ശരിക്കും അവിടെ എന്തിനാ അച്ഛനെ വിളിച്ചോണ്ട് പോയത്? അവിടെ കടക്കാർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ വിളിച്ചോണ്ട് പോയത്. അച്ഛൻ അവിടെ പോയി സോൾവ് ചെയ്തിട്ട് ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. എന്ത് ഡയലോഗ്? ഇനി മേല ഇതുപോലെ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള ഫുൾ കടയും കത്തിച്ചളയുന്നു. ആ അത് പഞ്ച്. എന്റെ ദൈവമേ. ഇടയ്ക്ക് വെച്ച് തന്നെ അച്ഛൻ കണ്ടു അവിടെ. അപ്പൊ അച്ഛനോട് പറഞ്ഞ ആ കടയിൽ കയറി ജ്യൂസ് കുടിച്ചു വന്നു. ശരി, ഞാൻ അവിടെ പോയി ജ്യൂസ് കുടിച്ചിട്ട് പൈസ കൊടുത്തപ്പോ അയാള് പൈസ വാങ്ങണല്ല. എന്നിട്ട് അയാൾ എന്നോട് പറയാ മൊട്ട പാലുവിന്റെ മകന്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ വാങ്ങുന്നു. എങ്കിൽ പിന്നെ ഒരു 10 ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നോ? പെണ്ണ നീ പെണ്ണെന്ന് വാങ്ങുവേ? അമ്മേ ഇപ്പൊ നാട്ടുകാർ മൊത്തം അച്ഛന്റെ കഥയും പറഞ്ഞുകൊണ്ട് നടക്കുവാ. എന്ത് കഥ? എന്ത് കഥ എന്നാ? അച്ഛൻ നേറ്റങ്കരയിൽ കുത്തും കൊലയും നടന്നിട്ട് അവിടെ ഒരാളെ കുത്തി കൊന്നിട്ട് ഇവിടെ ഒളിവിലൊന്നും താമസിച്ച അമ്മേനെ പ്രേമിച്ച് ഒളിച്ചോടിയ ഒരു കഥ. പാവം അമ്മ. അച്ഛൻ കുത്തി കൊന്നത് വല്ല കോഴീനെ വല്ല ആയിരിക്കും. പക്ഷെ പറഞ്ഞു വന്നപ്പോ കഥ മനുഷ്യന്റെ. പിന്നെ ഇവിടെ നടന്ന ചില സംഭവങ്ങളൊക്കെ നാട്ടുകാർ ഓവറായി പൊലിപ്പിച്ച് പറയുന്നുണ്ട്. അതാണ് ആ ഗുണ്ടകള് ഇടയ്ക്കിടയ്ക്ക് പറയണ ആളറിയാതെ പറ്റിയാണ്. അവർ അടിയിട്ടി ഉടനെ തന്നെ ജംഗ്ഷനിൽ അച്ഛനെ വെച്ച് അന്വേഷിച്ച്. അപ്പൊ നാട്ടുകാർ ഏതൊക്കെ കഥ പറഞ്ഞ് പേടിപ്പിച്ച്, നന്നായിട്ട് പേടിച്ചിട്ടുണ്ടാവുമാര്. ഇവിടെ നടന്ന എന്ത് കഥയാ? എന്ത് കഥ എന്നാ? ഇവിടെ തട്ടുകട നടത്തിയപ്പോ രണ്ടാമത് അച്ഛനോട് ചമ്മന്തി ചോദിച്ചപ്പോ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ട് തിളച്ച എണ്ണ എടുത്ത് എല്ലാവരും മുഖത്ത് എറിഞ്ഞ് ഓടിച്ചെന്ന്. ഏതാണ്ട് മുഴുവനും ശരിയല്ലേ, പിന്നെ കുറച്ച് ട്വിസ്റ്റ് ഉണ്ടെന്ന് മാത്രം. ട്വിസ്റ്റ് അതും പോട്ടെ. ഇവിടെ ഏതോ കേസിന് അച്ഛനെ പോലീസുകാരൻ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ആ പോലീസുകാരനെ കളരി പൂട്ടി മണ്ണ് തീറ്റിപ്പിച്ചെന്ന്. പോലീസുകാരനാ? എപ്പ? ആ ചേച്ചി ഒരു ദിവസം ഇവിടെ കാണാനില്ലേ? ഇവിടെ കാണാതായ ദിവസം അത് അന്വേഷിക്കാൻ വന്ന പോലീസുകാരനെ അച്ഛൻ സങ്കടത്തോടെ കയറി പിടിച്ചപ്പോ പോലീസുകാരൻ താഴെ വിടില്ലേ? അതാ
എല്ലാം പോട്ടെ, ഇവിടെ ചിട്ടി നടത്തിണ്ടായിരുന്നില്ല അച്ഛൻ. ചിട്ടി നടത്തിയ ആൾക്കാർ പൈസ ചോദിക്കാൻ വന്നപ്പോ എല്ലാരും കുത്താൻ ഓടിച്ചിട്ടുന്നു ഒറ്റയ്ക്ക്. വിഷ്ണു നിന്ന് നിർത്ത്, കേട്ടിട്ട് മനുഷ്യന് തൊലി ഒലിയ. അമ്മ കഥകൾ ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇവിടെ അച്ഛൻ നമ്മളെല്ലാരും കൂടി നാടകം നടത്തിണ്ടായിരുന്നില്ലേ? അപ്പൊ ആൾക്കാരൊക്കെ കൂവിയപ്പോ അച്ഛന് ദേഷ്യം വന്ന് ഒറ്റയ്ക്ക് എല്ലാരും ഇടിച്ചിട്ട് ഓടിച്ചെന്ന്. അത് സത്യം, പക്ഷെ അച്ഛൻ്റെ അബദ്ധം പറ്റിയതാ. എല്ലാം പോട്ടെ, നമ്മുടെ ഇവിടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വരുമ്പോ അവരെ മയത്തിൽ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ ഒരു ഗോഡൗൺ ഉണ്ട് അത്ര, അതിൽ കൊണ്ടുപോയി തല കീഴെ കെട്ടി തൂക്കിയിട്ട് ഇടിച്ചിടിച്ച് പഞ്ചറാക്കുന്നു. എന്നിട്ട് പോരാത്തിന് ഇടയ്ക്ക് അടിയിൽ തീയിട്ട് കൊടുക്കും അത്ര. നിർത്ത് വിഷ്ണു, മതി. നീ എന്തായാലും ഒരു കാര്യം ഉറപ്പായി, പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആരോ വന്നെന്ന് തോന്നല്ലോ. അച്ഛനാ നീ വന്നേ, വാ കണ്ടോ, വാ. വായിച്ചല്ലേ ബുള്ളറ്റ്. അണ്ണാ ഇനി എന്തെങ്കിലും പ്രശ്നം വിളിക്കാം. പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ നിൽക്കല്ലേ, വെട്ടി ചാച്ചളാ. എന്നിട്ട് നീങ്ങി വാ, ഞാൻ ബാക്കി ഞാൻ ആയിട്ടോളാം. അണ്ണം പറയുന്ന അപ്പുറം ഇല്ല അണ്ണാ. ആ ചെല്ലേ, പടിയാക്കട്ടെ. പോകണം പോണേ. ആ കാണാ കാണാ ഗ്ലാസ് എങ്ങനെയുണ്ട്? ഒരു പ്രശ്നം സോൾവ് ചെയ്തപ്പോഴേ കടക്കാരൻ ഗിഫ്റ്റ് ആയിട്ട് തന്നെ. അടിപൊളി അച്ഛാ. താങ്ക് യൂടാ. എന്താ അവരോട് പറഞ്ഞ? വെട്ടി ചായച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോരാനല്ലേ? ഇവിടെയുള്ള എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കോ? ആരാനെ വെട്ടാൻ ചുമ്മാ പറയുന്ന അവര് വെറും പോര്. എന്റെ അത്ര ധൈര്യം പോലും ഇല്ല അവർക്ക്. അപ്പൊ അവര് വന്നപ്പോ പറഞ്ഞതോ അവരാരെ കൊന്നൂന്നാ വെട്ടിന്നൊക്കെ? ഇപ്പൊ അച്ഛനെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ ഇറങ്ങില്ലേ, അതുപോലെയൊക്കെ തന്നെ. വിശക്കും. അയ്യോടാ, മുട്ടപ്പലുവിന് കലിപ്പ് തീർക്കാൻ ചെന്നപ്പോ അവരൊന്നും തന്നില്ല കഴിക്കാൻ. അയ്യോ, അവിടുത്തെ അങ്ങനെ വിശക്കണമെന്ന് പറയാൻ പറ്റൂല. ഗുണ്ടകൾക്ക് വിശക്കണമെന്ന് പറയാൻ നാണക്കേടാണ്. അതുപോലെ ഞാൻ വിശക്കണമെന്ന് പറഞ്ഞാൽ ഒരു ആടിനെ മൊത്തം ഫ്രൈ ആയിട്ട് കൊണ്ടുപോയി നമ്മൾ അതെല്ലാം കഴിക്കേണ്ടി വരും. മക്കളെ ഗ്ലാസ് ഉള്ളടാ. അച്ഛാ സൂപ്പർ, അടിപൊളി, മലട മാസ്. വച്ചോ നോക്കട്ട്. ആ സൂപ്പർടാ. ഡേയ് വിശക്കണ വല്ലം താ. ഓ ഡേയ് ഡേയ് അവിയൽ സാമ്പാറൊക്കെ തന്നെ. ഞാൻ മൊട്ടപാലുവിന്റെ മോൻ കൊടുവാട് യേശവൻ. പിന്നെ എടാ നീ ആ ഗ്ലാസ്സിങ് വന്നേ. ഓഹോ, ഇത് എന്റെ പുതിയ റൈബൻ ഗ്ലാസ്. ഇത് തൊട്ടാ ചേട്ടാ കാലിയം വിട്ടും. സ്ഫടികം കേശുവാ. എന്നാ ചേച്ചി മേടിച്ചു പോയി ചേച്ചി? പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പോടാപ്പ. എടി ശിവ, ഇതുപോലെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അലീന ഫ്രാൻസിസ് അയച്ചു കൊടുക്കണം. നിന്റെ ചേട്ടൻ ഇങ്ങനെ നല്ല ഗെറ്റപ്പിലാന്ന് അവളൊന്നും അറിയട്ടെ. ഇതാര് ചൊറന്റെ പിറകെ വെള്ളം പോലെ ആക്കി വെച്ചേക്കണത്? നീ കഴിക്കാന്നില്ലേ? ഇല്ല. നീ വിശക്കണത്? മുട്ടപ്പലുവിന് കഴിക്കാണെന്ന് പരുന്നിനടുത്ത് വിളിച്ചു പറ, കൊണ്ടു തരും ഇങ്ങോട്ട്. ആ പരുന്നിനടുത്ത് പറഞ്ഞാൽ കൊണ്ടുവരും, പറന്ന് കൊണ്ടെത്തും. എനിക്ക് ഇവിടെ ഇപ്പം കഴിക്കാന്നില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അത് കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു. അത് കേശു കഴിച്ചു. നീ എപ്പോ ആവും കഴിക്കാൻ? ആവുമ്പോ ആവും, അപ്പൊ വിളിക്കാം. പെട്ടെന്നാവട്ടെ, പഴയതുപോലല്ല. വിശന്നേന്റെ സ്വഭാവം മാറും. ബാല് വിശപ്പ് സഹിക്കും, പക്ഷെ മുട്ട ബാലു വിശപ്പ് സഹിക്കൂല. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം, ഇല്ലെങ്കിൽ ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കും, അവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുകയും ചെയ്യും. അച്ഛാ ഇങ്ങോട്ട് വാ അച്ഛാ, കുറച്ച് സംസാരിക്കണം. നീ എന്നാലും എന്റെ കഞ്ഞെടുത്ത് പിടിച്ചോടാ നീ. സോറി അച്ഛാ. എനിക്ക് വിശക്കണ്ട. അച്ഛാ വായിച്ചൊരു കാര്യം പറയണം. കാര്യം പറയടേ. ഒന്നുമില്ല അച്ഛാ, അച്ഛനടുത്ത് കുറച്ച് ഇരിക്കും ഭയങ്കര ഇഷ്ടം. ഈയിടെയായിട്ട് അച്ഛൻ ഭയങ്കര ബിസി ഇല്ലല്ലേ? വാ. കഞ്ഞൂലും വയ്ക്കാതെ അവള്. അമ്മേ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. അച്ഛാ അവിടെ അമ്മ നിന്നില്ലേ, അതുകൊണ്ടാ ഇവര് വന്ന കാര്യം ഞാൻ പറയുന്നത്. വീടുകായി ജംഗ്ഷനിൽ വെറുതെ ഇരുന്നപ്പോ പതക്കേണ്ടി പോകുന്നതാണ്. ചേട്ടാ നമുക്ക് റൗണ്ട് ഇരുന്നാലോ? നമുക്ക് റൗണ്ട് സംസാരിക്കാം. പിന്നെന്ത് ചീട്ട് കളിക്കാനാ? ചീട്ട് കളിക്കാൻ ഇവിടെ എന്താ പറ്റുമല്ലോ, ഇവിടെ നല്ല തണലുണ്ടല്ലോ. തണലൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മൂടില്ലെന്ന്. ചീട്ട് കളിച്ചു എന്താ ഇവിടെ ചേച്ചി? നമ്മുടെ ചീട്ട് കളിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താ ചീട്ട് കളിക്കാൻ ബുദ്ധിമുട്ടല്ലോ? ആ ബുദ്ധിമുട്ടുണ്ട്. നീ അകത്ത് പോ, ഞാൻ വരാം.
അവിടെ ഇരുന്ന് ചീട്ടടിച്ചിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. വാ. അച്ഛാ നമുക്ക് ഈ കളിയേക്കാളും നല്ലതേ ഒന്നെങ്കിൽ കുട്ടിയും കൊല്ലും കളിക്കാം, അല്ലെങ്കിൽ പാള വലിച്ചുള്ളി കളിക്കാം. നമ്മള് പാളക്കകത്തിരിക്കാം, ഇവര് ഞങ്ങളുമാര് കളിക്കും. പാള വലിച്ചു കളിയാ? അല്ല, ഈ പാല വലിച്ച് വേറൊരു കളിയുണ്ട്. വാടാ. ഏയ് അച്ഛൻ ഗുണ്ടാ തലവൈ അതിന്റെ മുഖത്തൊക്കെയാണ് പാല വലിച്ച് കളിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നാണക്കടലടാ. സോറി അച്ഛാ, സോറി, ഓർത്തില്ല. ആ ഞാനേ അവരെങ്ങനെയും ഒതുക്കി പറഞ്ഞു വിടാം. നൈസാങ്ങ് പോവാം. പരുതേ ഡേയ് നമുക്ക് പിന്നെ ദിവസം കളിക്കണം. എനിക്ക് ഇന്നൊരു മൂടില്ല. വീട്ടിൽ ചെറിയൊരു കളിപ്പ് ഞാൻ സോൾവ് ചെയ്തിട്ട് വരാം. ഓക്കെ ഞങ്ങൾ അവിടെ വേണോ? വേണം വേണം, അത് എനിക്ക് തീർക്കാനുള്ള കളിപ്പേ ഉള്ളൂ. മച്ചാ ചെല്ലേ നമുക്ക് കാണാം. ഓക്കെടാ. ശരി, ശരി ഞങ്ങളെ ബൈ. ഇടയ്ക്ക് വിളിക്കണം വരണേ. ആ, കേട്ടോ, ഞാൻ ജംഗ്ഷനിലോട്ട് വരും കേട്ടോ. പാള ഒഴിച്ച് കരുത്തിരിക്കാൻ. ഡേയ് പതുക്കെ നൈസാ പോയി അവിടെ നിന്ന് വല്ല പണിയെല്ലാം ചെയ്യാം. പാ നീ അവിടെ കളിപ്പായിരിക്കും. അവിടെ പോയതൊന്നും പറയല്ലേ. ഏയ് നില്ല് നില്ല് നില്ല്. എന്ത്? വാ. അച്ഛാ കോളർ മടക്കില്ലെങ്കിൽ അമ്മ ഇടിക്കും. അമ്മ മനസ്സിലാവും. വാടാ. ഓക്കെ. ഡേയ് ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇരിക്കാം. നീ അമ്മയുടെ അടുത്ത് പറയണം ഗുണ്ടാമാവന്മാരൊക്കെ പോയി അച്ഛൻ എവിടെ ജോലി ചെയ്യണമെന്ന് പറയണം. പോ. ഓക്കെ. അതെ അച്ഛൻ പറഞ്ഞു വിട്ട് പറയിപ്പിച്ചെന്ന് പറയരുത്, നൈസാ പറയണം. അത് ഞാൻ ഏറ്റച്ചാ. ഓ ഈ ടൂൾസൊക്കെ കൈ കൊണ്ട് വിടുമ്പോൾ എന്തോ അല്ലേടേ. എന്താ അച്ഛാ? ഈ സാധാരണ ഗുണ്ടകളൊക്കെ ഇങ്ങനത്തെ ടൂൾസ് ഒന്നും കൈ കൊണ്ട് വിടൂല. വേറെ ടൂൾസ് വേറെ വേറെ. ഓ എട്ടി വരുന്നുണ്ട് ഒരു കിടിലം. കയ്യിൽ ടൂൾസും ഉണ്ട്. ഞാൻ അങ്ങോട്ട് മാറിയിക്കാം. നിങ്ങൾ പുതിയ ഫ്രണ്ട്സൊക്കെ പോയാ? പുതിയ ഫ്രണ്ട്സൊക്കെ പോയാന്ന്? ആ അവന്മാരൊക്കെ പോയി. അതുപോലെ അവന്മാരുടെ കൂട്ടുവിടാൻ കൊള്ളൂല. ആൾക്കാർ അറിഞ്ഞാൽ മോശമല്ലേ. പിന്നെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കമ്പനി നല്ലതാണ്, നമുക്ക് ഉപയോഗപ്പെടും. അത്രേ ഉള്ളൂ. അവന്മാരെ പറഞ്ഞോട്ട് അതത്ര നല്ലതല്ല. എന്തായാലും ഞാനിത് അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനും പറയാൻ വേണ്ടിയിരിക്കായിരുന്നു. ദേ ഇവിടെ ഒരു പെൺകുട്ടി വളർന്നു വരികയാണേ, അത് ഓർമ്മ വേണം. എടി അവന്മാര് കോമ്പൗണ്ടിന് പുറത്തുനിന്ന് കളിക്കാറുള്ളൂ, വീടിനകത്തേക്ക് കളിക്കൂല. ബാലിന്റെ സ്വഭാവം മാറും കേട്ടാ. വെറുതെ ഒച്ച വയ്ക്കൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ആൾക്കാരോട് ബന്ധം വെച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? നാളെ നമ്മളെ മക്കൾ വലുതായി അവർക്കൊരു ബന്ധം വരുമ്പോൾ അത് വേറെ രീതിയിൽ അവരെ ബാധിക്കും. എടി ബാലുവിന് നിർത്തേണ്ടവരെ നിർത്താൻ അറിയാം. അതിനുള്ള കണക്കും കാര്യങ്ങളൊക്കെ ബാലുവിന് അറിയാം. എന്നാരും പഠിപ്പിക്കണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്ക്, നാളെ തൊട്ട് അവരോട് ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറി പോരുന്നു പറഞ്ഞേക്ക്. ഇതിപ്പോ എങ്ങനെ ഞാൻ അവരെ മുഖത്തോക്കി പറയണേ? എത്ര മോശം ആൾക്കാരായിരുന്നല്ലോ, അവർക്കൊരു മനസ്സില്ലേടി പാവങ്ങള്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പാവമാണെങ്കിൽ നിങ്ങൾ നെയ്യാറ്റിക്കിന്റെ വസ്തു ഇല്ലേ, അതിൽ നിന്ന് ഒരു 50 സെന്റ് അവർക്ക് എഴുതി കൊടുത്തേക്ക്. എന്റെ വീട്ടുകാരാ? ഇവിടെ ഞാൻ ചോദിച്ചിട്ട് എഴുതി തരണേ, പിന്നീട് ഞാൻ അവന്മാർക്ക് എഴുതി കൊടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറാക്കണ്ട. അതല്ല അച്ഛാ, ഞാനും പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. നമുക്ക് ഈ കൂട്ടായിട്ട് വേണ്ടാന്നേ. ഞാനും വളർന്നു വരികയാണ്. അച്ഛനത് മറക്കാൻ പാടില്ല. ഡേ കൂടുതലും നമ്പർ ഇറക്കല്ലേ, അടിമേടിക്കുന്ന എന്റെ കയ്യിൽ നിന്ന് പോയങ്ങോട്ട്. ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാൻ കുടുക്കം വരണ്ടെണ്ണം. കൊടുക്കണോ വേണ്ടേ ഞങ്ങൾ തീരുമാനിച്ചോളാം. ചേച്ചിയുടെ ഉണ്ടായിരുന്നേ കണ്ട അച്ഛൻ കാരണം പിന്നെ കുടുംബത്തിൽ വഴക്ക് തുടങ്ങി. ഇപ്പൊ എല്ലാരും വിളിക്കണ മുട്ടയുടെ മോൻ മുടിയെന്നാ. അച്ഛൻ്റെ ഈ ഇമേജ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടാ. ശരിയടേ, ഞാൻ കാരണം ഇനിയൊരു പ്രശ്നം വേണ്ട. മുട്ട ബാലുവിന്റെ വേഷം ചെയ്ത് അഴിച്ചു വയ്ക്കാണ്. അവന്മാരായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഓക്കെ മറ്റു പരുന്ത പറയടാ. ടെൻഷനല്ല കലിപ്പാ തള്ള. നീ ഇവിടെ നില്ലേ, ഇനി 5 മിനിറ്റകത്ത് അല്ലേ ടൂൾസ് വേണോ? ടൂൾസ് എടുക്കളയാ നില് പറഞ്ഞത്തോടാ. വണ്ടി താക്കോലിടാ. ഇവിടെ നിന്ന് ആരും എവിടെയും പോണില്ല. താക്കോലിടാ കളിക്കാതെ. എടാ ഞാൻ വാക്ക് കൊടുത്തത് 5 മിനിറ്റ് കഴിഞ്ഞ് എത്താന്ന് വാക്ക് കൊടുത്തത്. വാക്ക് കൊടുക്കാൻ അച്ഛനാര്? എടേ ഗുണ്ടകള് വാക്ക് മാറ്റി പറയൂല. വാക്ക് കൊടുത്താ വാക്ക് കൊടുത്തതാണ്. അപ്പൊ അച്ഛൻ പോവാ? ഞാൻ പോണു. അച്ഛാ ഫോണിങ് ഫോണിങ്. ഞാൻ പോവും. മുട്ട ബാലുവാണ് പറഞ്ഞത്, ഞാൻ പോയിരിക്കും. ഫോൺ എടുക്കരുത്. ആരെ വിളിക്കാൻ പോണേ? ആരെ വിളിക്കാന്ന് പറയടി. എത്താന്ന് പറഞ്ഞല്ലേ. ഹലോ സുരേന്ദ്രൻ ചിറ്റപ്പ, ഞാൻ അലച്ചു. ചിറ്റപ്പ പെട്ടെന്ന് ഇങ്ങോട്ട് വരണേ, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അമ്മക്ക് കൊടുക്കാം. സുരേന്ദ്ര, അതെ നിന്റെ ചേട്ടൻ വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ വന്ന് നന്നാക്ക്. നന്നാക്കിയില്ലെങ്കിൽ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാവും. ആ കാര്യമൊക്കെ വന്നിട്ട് പറയാം. വരാതിരിക്കരുത്. ആ ശരി. നീ എന്തിനു വിളിച്ചത്? നീ എന്തിനാ അവനെ വിളിച്ച് വരുത്തണേ? ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇങ്ങോട്ടത്തെ മതിയായി. നിങ്ങൾ നന്നാക്കണ്ടേ? എന്നെ നന്നാക്കണ്ടേ? ഗുണ്ടാപ്പണി ജീവിക്കാൻ
പണി ചെയ്ത് ജീവിക്കാനും സമ്മതിക്കൂലേ നീ? സമ്മതിക്കൂലേ? ഒരു പണി നേരെ പറഞ്ഞൂടാ. എന്നാ ഇതെങ്കിലും ചെയ്ത് ജീവിക്കാന്ന് പറഞ്ഞപ്പോൾ ആരും സമ്മതിക്കില്ല. നിന്റെ അച്ഛനെയും നിന്റെ സഹോദരന്മാരെ എല്ലാത്തിനെയും ഞാൻ പിടിച്ചാൽ ഗുണ്ടകളാക്കും. ഉറപ്പ്. സത്യം സത്യം സത്യം. ബാലോന്ന് പറഞ്ഞു.